ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ അവർ തിരിച്ചു വരുമോ എന്നാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വിൽ ദേ കം ബാക്ക് എന്നാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് ഒരു കാർഡ് വീണിട്ടുണ്ട്. ഓ, കർമ്മ കാർഡാണ്, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അവർ നല്ല രീതിയിൽ ആ ഒരു നിങ്ങളെ തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിനാണെങ്കിൽ അവർക്ക് ഇപ്പോൾ കർമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് കുറേ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്, എവിടെയാണ് നിൽക്കേണ്ടത്, എന്താണ് റിയൽ ആയിട്ടുള്ള സ്നേഹം, എന്താണ് ഫേക്ക് ലവ് എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. യെസ്, 3 ഓഫ് പെൻറ്റക്കിൾസ്. മേ ബി നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും തരത്തിലൊരു പാർട്ട്ണർഷിപ്പൊക്കെ ഉണ്ടായിരിക്കും ഇവരുമായിട്ട്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ അതിൽ നിന്ന് വിട്ടു പോരാൻ. കാരണം ഇവർ തമ്മിൽ പാർട്ട്ണർഷിപ്പായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, സ്റ്റാർട്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെയായിരിക്കും അവർക്ക് തിരിച്ച് നിങ്ങളിലേക്ക് വരാനൊരു കുറച്ച് ഗ്യാപ്പ് വരുന്നത്, അല്ലെങ്കിൽ ടൈം പിടിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 8 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. 8 ഓഫ് പെൻറ്റക്കിൾസ് മീൻസ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആകുന്ന പേഴ്സൺ ആണ്. നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. 10 ഓഫ് സോഡ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ ബാക്കി കൂടി കാർഡ്സ് എടുക്കട്ടെ കേട്ടോ. നൈറ്റ് ഓഫ് സോഡ്സ്, അവർക്ക് പെട്ടെന്ന് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. 2 കാർഡ്സ് ഉണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് മെയിൻ ആയിട്ടുള്ള പർപ്പസ് ലൈഫിൽ എന്താ, അവരുടെ മെയിൻ ഗോളൊക്കെ ഫിനാൻഷ്യലി അബൻഡൻ്റ് ആവുക എന്നായിരുന്നു അവർ ചിന്ത. അതുകൊണ്ടും കൂടെയാണ് അവർ അവിടേക്കൊരു പോയത്. ആൻഡ് ബോട്ടം ടവറാണ് കേട്ടോ. ഓ, ടവർ കാർഡ് അഗെയിൻ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കാണുന്നവർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ മീൻസ് ഒരു കർമ്മ കണക്ക് സെറ്റിൽമെൻറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ഒരു മുക്കാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് വരാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം അവർക്ക് 10 ഓഫ് സോഡ്സ് ആണ്. അവർക്ക് നല്ല രീതിയിലുള്ള പെയിൻ സിറ്റുവേഷൻസ്, മേ ബി ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടൊക്കെ അവർക്ക് ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് ഹെൽത്ത് കണ്ടീഷൻസ് ധാരാളമായിട്ട് വരാം. അതൊക്കെ ഈ എനർജി, കാരണം മേ ബി ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന എനർജി ഭയങ്കരമായിട്ട് ബ്ലാക്ക് എനർജീസ് ഒക്കെ ഉള്ളൊരു പേഴ്സൺസ് ആയിരിക്കും. അവർ ഫാമിലി ആയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് കൂടിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സ് മാറി പെട്ടെന്ന് പോയത്. ഇവർക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് 10 ഓഫ് സോഡ്സ് അതാണ് പറയുന്നത്. ഇവർ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും പെയിൻഫുൾ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അത്രയും ഇൻറ്റേർണൽ ആയിട്ടുള്ള ബ്ലീഡിങ്, അത്രയും അവർക്ക് നമുക്ക് ഡാർക്ക് കളർ ഉണ്ടോ, അത്രയും അവർ ഡെഡായിട്ട് ജീവിക്കും. കാരണം അവർ ആഗ്രഹിച്ചതൊന്നും അല്ലല്ലോ അവിടെ പോയപ്പോൾ കണ്ടത്. ഗ്രീൻ മറ്റേ പറയില്ല, അപ്പുറത്തെ ഭാഗം ഗ്രീനിൻ്റെ ഒരു കോട്ട് പറയും നമ്മൾ, അതുപോലത്തെ തന്നെയാണ്. എനിക്കത് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. ടവർ കാർഡ്സ് കാണിക്കുന്നത്. ടവർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അവരുടെ റിലേഷൻഷിപ്പ് തകർക്കുന്ന രീതിയിലുള്ള മേ ബി ഒരു പാർട്ട്ണർഷിപ്പാണെന്ന് പറഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പിൽ തന്നെ ചിലപ്പോൾ അവരുടെ ഒരു പാർട്ട്ണർ കാർമിക്സ് ചിലപ്പോൾ ഇവരെ ചീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫിനാൻഷ്യലിയൊക്കെ എന്തെങ്കിലും ഒരു കേസസും കാര്യങ്ങളും ഉണ്ടായിട്ട് അതിൽ മനം വേദനിക്കുന്നതും ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഒന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവരിതുവരെ സമ്പാദിച്ചു വെച്ചിട്ടുള്ള പൈസകളൊക്കെ മേ ബി തേർഡ് പാർട്ടി ഈ തേർഡ് പാർട്ടീസിന് നല്ല രീതിയിൽ നിൽക്കാനും കക്കാനും അറിയാമെന്ന് പറയുന്ന പോലത്തെ ക്യാരക്ടറാണ് കേട്ടോ. അതൊക്കെയാണ് ഈ കാർഡ്സിൽ കാണിക്കുന്നത്. അപ്പോൾ അവർ ആഗ്രഹിച്ചു, നിങ്ങളുടെ പേഴ്സൺ എന്താ ആഗ്രഹിച്ചു, മേ ബി ഒന്ന് അവരെ കൂടെ ഇഷ്ടമില്ലെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടമായിട്ടാണ് പോയെങ്കിലും ഫിനാൻഷ്യലി ഗ്രോവും കുറച്ച് പൈസയൊക്കെ ആഹ്ലാദിച്ച് ജീവിക്കാം. ആ ഒരു ഫിനാൻഷ്യൽ ഹാപ്പിനെസ്സാണ് ലൈഫിൽ ഏറ്റവും വലുത് എന്നൊക്കെ മനസ്സിലാക്കി. പക്ഷേ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഇതായിരുന്നു അവരുടെ ആഗ്രഹം, അതിനാണ് മെയിൻ പോയത്. പക്ഷേ അതൊന്നും അല്ല അവിടെ നടന്നത്. 10 ഓഫ് സോഡ്സ് ആൻഡ് ടവറാണ്. ഭയങ്കര കമാൻഡിങ്. ഇവർ മേ ബി ഈ കാർമിക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ രീതിയിൽ ക്യൂൻ ഓഫ് സോഴ്സ് എനർജിയാണ്. നമുക്ക് കിളികളുടെ ഫൈറ്റ് ചെയ്യുന്ന എനർജി കേൾക്കുന്നുണ്ടോ, അവർ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കലബല മീൻസ് ആ ഒരു കോൺഫ്ലിക്ട്സ്, ആ ഒരു എനർജി തന്നെയാണ്. കാരണം ക്യൂൻ ഓഫ് സോഡ്സ് എടുത്തപ്പോഴാണ് ആ ഒരു ശബ്ദം വന്നത് കേട്ടോ. ദാറ്റ് മീൻസ് അവർ തമ്മിൽ നല്ലൊരു കോൺഫ്ലിക്ട്സ്, മെൻ്റൽ കോൺഫ്ലിക്ട്സ്, എല്ലാ രീതിയിലും ഒരു ചേർന്ന് പോകുന്ന രീതിയിലുള്ള എനർജീസ് എല്ലാം ഭയങ്കര കോൺഫ്ലിക്ട്സ് ആണ്. അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു ടൈപ്പ്, എനിക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യൂൻ ഓഫ് സോഡ്സ് ഒക്കെ ആണ്, കമാൻഡിങ് ആണ്. ഇതൊക്കെയാണ് ഇവർ റിലേഷൻഷിപ്പിൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മേജറായിട്ടുള്ള കാർമിക് സൈക്കിൾസ് നടക്കുന്നുണ്ട്. അവർ തമ്മിൽ ടവറാണ്, സെപ്പറേറ്റഡ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ പോലും അവർ സെപ്പറേറ്റഡ് ആയ പോലെയാണ് ജീവിക്കുന്നത്. അവർ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നും അങ്ങനെ ഇല്ല, ആ ബോണ്ടൊന്നും ഇല്ല. കാരണം അവർ അത്രയും 10 ഓഫ് സോഡ്സ് എനർജി, അത്രയും പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. മനസ്സിലായോ? യെസ്, നോക്കൂ, 4 ഓഫ് കപ്സ്. അവർക്കിപ്പോൾ വളരെ എന്താ പറയുക, യൂണിവേഴ്സിനോട് അടുക്കാൻ നോക്കുകയാണ്. കാരണം വേറെ ആരും അവർക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കുന്നില്ല, അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ 4 ഓഫ് കപ്സാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല, ഇവർക്ക് ഒട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം നല്ല സമയത്ത് ചെയ്ത സമയത്തൊന്നും നിങ്ങൾക്ക്
ഇവർ നല്ലത് പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് അതറിയില്ല, ഗ്രാറ്റിറ്റ്യൂഡൊന്നും ഇല്ല അവർക്ക്. ഇത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാണിക്കുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ. അല്ലെങ്കിൽ ലൈഫിൽ 3 കപ്പ് ഉണ്ടായിട്ടും അത് പോരാ, എനിക്ക് ബാക്കി കപ്പ് വേണമെന്ന് പറഞ്ഞ് പോയ പേഴ്സണാണ്. അപ്പോൾ ഇപ്പോൾ 3 കപ്പും ഇല്ല, ഉള്ള കപ്പിലും ഹാപ്പി ആവാൻ പറ്റാതെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് മേജറായിട്ടുള്ള കാർമിക് ഒരു എന്താ പറയുക റിലീസ് നടക്കുകയാണ് കേട്ടോ. കർമ്മ 10 നോക്കൂ, 10ൻ്റെ താഴെയാണ് 10 മീൻസ് അത്രയും കർമ്മ സൈക്കിൾസ് എൻഡ് ചെയ്യുന്നൊരു സ്റ്റോപ്പാണ്. ആ പാഠങ്ങൾ പഠിച്ച് അവരൊന്ന് ഹീൽ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും നൈറ്റ് ഓഫ് സോൾസ്. പിന്നെ അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല, ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് എന്ത് തരും? നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നവർ കിങ് ഓഫ് പെൻഡൽസ് ആണ്. ദാറ്റ് മീൻസ് അവർക്ക് ഫിനാൻഷ്യലി ഒന്ന് ഗ്രോ ആയിട്ട് നിങ്ങൾക്കും കൂടിയും ഒരു ഫാമിലി ഷെയർ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സോ അവർ തിരിച്ചു വരാൻ ചാൻസസ് ഉണ്ട്, പക്ഷേ കുറച്ച് സമയം പിടിക്കും. കാരണം അവർക്ക് ക്ലെൻസിങ് നടക്കുന്ന സമയമാണ്. കാരണം അവർക്ക് ഡാർക്ക് നൈറ്റ് ഓഫ് സോളിലൂടെ കടന്നു പോവുകയാണ്. അത്രയും പെയിൻഫുൾ സിറ്റുവേഷൻസ് ആണ്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്, 10 ഓഫ് സോൾസിൻ്റെ ടവർ ഉണ്ട് കണ്ടോ. ടവർ മൂവ്മെൻറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിലെ കുറേ ക്ലെൻസിങ്, അത് പല രീതിയിലാണ് യൂണിവേഴ്സ് ആ ഒരു എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. പെയിൻ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് നോക്കുകയുള്ളൂ, നമ്മൾക്ക് എന്താണ് പറ്റിയത് അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യാനൊക്കെ നോക്കുകയുള്ളൂ. സോ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നവർ. സോ അതിനുശേഷം അവരൊന്ന് സ്റ്റേബിളായി കഴിഞ്ഞാൽ അവർ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഏഞ്ചൽ ആൻസേഴ്സും കൂടി എടുത്തിട്ട് യൂണിവേഴ്സ് ഏഞ്ചൽ ആൻസേഴ്സും കൂടി എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ തിരിച്ചു വരാനുള്ള ഇതാണ് ക്വസ്റ്റ്യൻസ്. സോ ഏഞ്ചൽസിന് എന്താണ് ഇവർക്ക് പറയാനുള്ളത്? യെസ്, ധാരാളം അവർ വരുമ്പോൾ ധാരാളം ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വരിക. മേ ബി കുറേ ഗിഫ്റ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള അബൻഡൻസ് ഒക്കെ ആയിട്ടാണ് അവർ വരുന്നുണ്ടാവുക കേട്ടോ. റിമെയിൻ പോസിറ്റീവ്, സന്തോഷമായിട്ടിരിക്കും, പോസിറ്റീവായിട്ട് ഇരിക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. വെയിറ്റ് എന്ന് പറയുന്നത് ഹീലിംഗ് എന്നാണ് പറയുക കേട്ടോ. ആൻഡ് ഒരു യെസ് കാർഡ് ഇടയിൽ കണ്ടു കേട്ടോ. ഇത് നിയർ ഫ്യൂച്ചർ, യെസ് അടുത്ത് തന്നെ അവർ വരും. ഒരു യെസ് കാർഡിൽ വന്നു പോയി ഞാൻ ഷഫിൾ ചെയ്യുമ്പോൾ ആൻഡ് നിയർ ഫ്യൂച്ചർ കാർഡ് വന്നിട്ടുണ്ട്. ആൻഡ് ഒരു കാർഡ് പറയുന്നു മെഡിറ്റേഷൻസ് ബ്രിങ് ആൻസേഴ്സ്. നന്നായിട്ട് മെഡിറ്റേഷൻസ് ചെയ്യുക, ക്ലാരിറ്റി കൊണ്ടുവരിക ലൈഫിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ്സ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കുറേ രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കുറേ രീതിയിൽ മീൻസ് അപ്പോൾ വീഡിയോ ഡിലീറ്റായി പോവുക അല്ലെങ്കിൽ സ്റ്റോപ്പായി പോവുക. കാരണം മെർക്കുറി റിട്രോഗ്രേഡിൻ്റെ ഒരു എനർജി കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് മെസ്സേജസ് എത്തിക്കാൻ ഒരു ലാഗ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് കുറേ മണിക്കൂറായി ഞാൻ ഇരുന്ന് ഇതാക്കുന്നു. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ റെസൊനേറ്റ് ചെയ്ത് തോന്നുന്ന കമൻറ്റ് ചെയ്യുക. പോസിറ്റീവായുള്ള കമൻറ്റ്സിന് താങ്ക് യു എന്ന് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടുക. ഓക്കെ, പിന്നെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാമിലാണ്. റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്. പിന്നെ 10 ഡേയ്സിൻ്റെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ്. ഡിസ്റ്റൻറ്റ് ഹീലിംഗ്, സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് വളരെ നല്ലതാണ്. കുറേ നമ്മുടേതായിട്ടുള്ള ഫാമിലിയൽ കുറേ ട്രോമാസ് കൊണ്ടുപോകുന്നവർക്ക് കംപ്ലീറ്റ്ലി മാറാനും ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഉണ്ട്. അതിൽ ട്രോമ കുറേ ഹീലിങ്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്, കർമ്മ ഉണ്ടായിരിക്കും. അതുപോലെ കുറേ ടെക്നിക്സ്, അഡ്വാൻസ്ഡ് ഹോപ്പനോപ്പനോ ടെക്നിക്സ്, റിലേഷൻഷിപ്പ് ഹീലിംഗ്, കുറേ കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത് കേട്ടോ. നല്ല രീതിയിൽ എഫക്റ്റ് വരുന്നതാണ്. സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 1555 ആണ് ഓക്കെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ. കാരണം കുറേ ബുക്ക്ഡാണ്, ഡിസംബർ വരെ ബുക്ക്ഡാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് റീഡിങ്സ് കേട്ടോ. സോ താങ്ക് യു.